കൗമാരക്കാരായ വിദ്യാർത്ഥിനികളിലും ചില ചെറുപ്പക്കാരായ സ്ത്രീകളിലും ചിലരിൽ കണ്ടുവരുന്ന ഒരു സൈക്കോളജിക്കൽ ഡിസോർഡറാണ് തൻ്റെ ശരീരം തടിച്ചതാണെന്നും കാണാൻ ഭംഗിയില്ലാത്തതാണെന്നും വിരൂപമാണെന്നും വിചാരിച്ച് ഭക്ഷണം തീരെ കഴിക്കാതെ മെലിയാൻ വേണ്ടി ഭക്ഷണം ഉപേക്ഷിക്കുന്ന അനോറക്സിയ നെർവോസ എന്ന സൈക്കോളജിക്കൽ ഡിസോർഡർ. ഇത് തികച്ചും ഒരു തെറ്റായ ധാരണയിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. നമ്മുടെ ദൃശ്യ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയകളിലുമൊക്കെയുള്ള മോഡലുകളും മറ്റ് ചില സെലിബ്രിറ്റികളെയും കണ്ട് മെലിഞ്ഞിരിക്കുന്ന ശരീരമാണ് ഒരു സ്ത്രീക്ക് ഏറ്റവും അനുയോജ്യം എന്ന് വിചാരിച്ച് തീരെ ഭക്ഷണം കഴിക്കാതെ ശരീരത്തിനും മനസ്സിനും ഒരുപാട് തകരാറുകൾ വരുത്തി വയ്ക്കുന്ന ഒരു ഡിസോർഡറാണിത്. ഇതിൻ്റെ പ്രത്യേകത, ഇവർ യഥാർത്ഥത്തിൽ അണ്ടർ വെയ്റ്റ് ആയിരിക്കും. പക്ഷേ ആരോട് സംസാരിച്ചാലും ആരവരോട് സംസാരിച്ചാലും അവർ പറയും ഓവർ വെയ്റ്റ് ആണ് എന്ന്. ഇത്തരക്കാർക്ക് ഒരുപാട് മാനസിക പ്രതിസന്ധികൾ ഉണ്ടാവാനുള്ള സാധ്യത ഉറപ്പാണ്. വിഷാദം അഥവാ ഡിപ്രഷൻ ഇവരുടെ കൂടെ പിറപ്പായിരിക്കും. ആങ്സൈറ്റി അഥവാ ഉത്കണ്ഠ, മൂഡ് സ്വിങ്സ്, അതേപോലെ വൈകാരിക പ്രതിസന്ധികളെ നേരിടാൻ ഉള്ള കഴിവില്ലായ്മ, മറ്റുള്ളവരിൽ നിന്നുള്ള ഉൾവലിയൽ എന്നിവയൊക്കെ ഇവരുടെ കൂടപ്പിറപ്പാണ്. ഇനി ഇവരെ കാത്തിരിക്കുന്ന ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് ശരീരത്തിൻ്റെ ഭാരക്കുറവ്, അതേപോലെ തന്നെ ശരീരത്തിന് വേണ്ടുന്ന പോഷണമില്ലായ്മ. അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവരുടെ ഇലക്ട്രോലൈറ്റ്സിൻ്റെ ശരീരത്തിൽ അഥവാ നമ്മുടെ കാൽഷ്യം, മഗ്നീഷ്യം, അയേൺ എന്നിത്യാദി വസ്തുക്കളുടെ അളവിൽ വളരെയധികം കുറവുണ്ടായിരിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരക്കാരുടെ ബോൺ ഡെൻസിറ്റി അഥവാ എല്ലുകളുടെ ബലം വളരെ കുറവായിരിക്കും. അത് ക്രമേണ ഓസ്റ്റിയോപോറോസിസ് എന്ന എല്ലിൻ്റെ ദുർബലാവസ്ഥയിലേക്ക് നയിക്കും. ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയാതിരിക്കുക, അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് തലകറക്കമുണ്ടാകുക, അമിതമായ ക്ഷീണമുണ്ടാകുക, വിരളമായെങ്കിലും ബോധക്ഷയമുണ്ടാകുക എന്നിവയൊക്കെ ഇവരെ വിടാതെ പിടികൂടുന്ന അസുഖങ്ങളാണ്. ഇത് പ്രത്യേകിച്ച് കൗമാരപ്രായം എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ ശാരീരിക വികാസ ഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടമാണ്. മനുഷ്യൻ്റെ ശരീരത്തിൻ്റെ വളർച്ചകൾ ഏകദേശം, അവൻ്റെ അവയവങ്ങളുടെ വളർച്ചകളൊക്കെ ഏകദേശം ഒരു 26 വയസ്സ് വരെ, 26 വയസ്സിൽ പൂർണ്ണതയിലെത്തും. അപ്പോൾ കൗമാരപ്രായം എന്ന് പറയുന്നത് മനുഷ്യന് ഭക്ഷണം ഏറ്റവും അത്യാവശ്യമുള്ള ഒരു ഘട്ടമാണ്. ഇത് അവരുടെ ശരീരത്തെ ബാധിക്കുന്നത് പോലെ തന്നെയാണ് അവരുടെ കോഗ്നിറ്റീവായിട്ടുള്ള അഥവാ ബൗദ്ധികമായിട്ടുള്ള അഥവാ തലച്ചോറുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും ഇത് ബാധിക്കും. താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ നന്നായി പഠിച്ചിരുന്ന ചില കുട്ടികൾ ഈ അനോറക്സിയ നെർവോസ എന്ന ഈ സൈക്കോളജിക്കൽ ഡിസോർഡർ പിടിപെട്ട് ശരീരം മെലിയാൻ വേണ്ടി വേണ്ടാത്തതെല്ലാം ചെയ്തു കൂട്ടി അവരുടെ പഠനത്തിൽ പിന്നോക്കാവസ്ഥയിൽ പോയ ചില ഉദാഹരണങ്ങളെങ്കിലും എൻ്റെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ശരീരം മെലിയാൻ വേണ്ടിയല്ലാതെയും മനഃപൂർവ്വമല്ലാതെയും അനോറക്സിയ പിടിപെടാതെയും ഈ കൗമാരപ്രായത്തിലുള്ള +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ അവരുടെ പഠനത്തിൻ്റെ തിരക്കിലും ട്യൂഷൻ്റെ തിരക്കിലുമൊക്കെ അവർ ഭക്ഷണം ഉപേക്ഷിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പെൺകുട്ടികളിൽ ഇങ്ങനെ ശരീരത്തിനാവശ്യമായ പോഷണം യഥാസമയം ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് പ്രധാനപ്പെട്ടതായി സംഭവിക്കുന്നത് അവരുടെ മെൻസ്ട്രൽ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്, അവരുടെ മാസമുറയിലുള്ള പ്രശ്നങ്ങളാണ്. ചില സമയത്ത് അവർക്ക് പീരിയഡ്സ് തീരെ ഇല്ലാതെയാകുന്നു. മാത്രവുമല്ല, ഇത് കുറേ കാലം മുന്നോട്ട് പോകുമ്പോൾ ചില സ്ത്രീകളിലെങ്കിലും ഇത് വന്ധ്യതയ്ക്ക് കാരണമാകുന്നു എന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. മാത്രവുമല്ല, ഇത് നമ്മുടെ ശരീരത്തിലെ പ്രധാനപ്പെട്ട അവയവങ്ങളായ ഹൃദയം, അതേപോലെ തന്നെ തലച്ചോറ്, കിഡ്നി എന്നിവയ്ക്കുള്ള രോഗകാരണങ്ങളായി ആകാമെന്നും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരു മനുഷ്യൻ്റെ മാനസികവും ശാരീരികവുമായ അങ്ങേയറ്റത്തെ നിലവാരം പുലർത്തുമ്പോഴേ ഒരു വിദ്യാർത്ഥിക്ക് അഥവാ വിദ്യാർത്ഥിനിക്ക് ഇത് അവരുടെ പഠന നിലവാരം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. ഭക്ഷണം ഇതിലേറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുക. ഇനി ഇതിൽ തന്നെ ലിംഗഭേദമുണ്ട്.
പെൺകുട്ടികളാണ് മെലിഞ്ഞിരിക്കേണ്ടത്, ആൺകുട്ടികൾക്ക് മസിൽ പെരുപ്പിച്ച്, പുരുഷന് മസിൽ പെരുപ്പിച്ച രൂപമാണ് നല്ലത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും ഇതിൽ കടന്നുകൂടിയിട്ടുണ്ട്. അതുകൊണ്ട് ഒരു കൗമാരക്കാരിക്ക് ശരാശരി ഒരു ദിവസം 2400-നും 2500-നും ഇടയിൽ കിലോ കലോറി ഊർജം കിട്ടുന്ന ഭക്ഷണം അത്യാവശ്യമാണ്. ഇത് അവരുടെ ശാരീരിക മാനസിക പ്രക്രിയയ്ക്ക് അത്യന്താപേക്ഷിതമായതുകൊണ്ട് ഭക്ഷണം ഉപേക്ഷിക്കുക. അത് അനോറക്സിയ നെർവോസ പിടിപെട്ടിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും അങ്ങനെ ചെയ്യുന്നത് നിങ്ങളുടെ പഠന നിലവാരത്തെ തീർച്ചയായും പുറകോട്ട് വലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇനി ഇത്തരം അനോറക്സിയ പിടിപെട്ട ആളുകൾക്ക് ഒരു ഡോക്ടറുടെ സേവനം അത്യാവശ്യമാണ്. കാരണം രക്തപരിശോധന നടത്തി ഏതെല്ലാം ഇലക്ട്രോലൈറ്റ്സ് ആണ് കുറവുള്ളത് എന്നുള്ള അതിനു വേണ്ട സപ്ലിമെൻറ്റ്സ് നൽകണം. അതേപോലെ തന്നെ ഒരു സൈക്കോളജിസ്റ്റിൻ്റെ സേവനവും വളരെ അത്യാവശ്യമാണ്. കാരണം നേരിട്ട് പറഞ്ഞ അച്ഛനമ്മമാരോട് ഗുസ്തി പിടിച്ചാലൊന്നും ഈ ശീലം മാറാൻ പോകുന്നില്ല. ഒരു കൗൺസിലിങ്ങിലൂടെ കാര്യങ്ങൾ ശരിക്കും മനസ്സിലാക്കി കൊടുക്കണം. അതേപോലെ തന്നെ ഒരു ന്യൂട്രീഷ്യനിസ്റ്റിൻ്റെ സേവനവും അത്യാവശ്യമാണ്. ഏതൊക്കെ ഭക്ഷണങ്ങളിൽ ഏതൊക്കെ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്ന് ഒരു ന്യൂട്രീഷ്യനിസ്റ്റ് കൃത്യമായി പറഞ്ഞു തരും. ഇനി തടിച്ചിരിക്കുക എന്നുള്ളത് ഒരു കുറ്റമല്ല, മെലിഞ്ഞിരിക്കുക എന്നുള്ളത് ഒരു മേന്മയുമല്ല എന്ന് മനസ്സിലാക്കുക. ശരീരപ്രകൃതിയെ അതിൻ്റെ രീതിക്ക് വിടുക, ആവശ്യമായ ഭക്ഷണം കഴിക്കുക. അത് പ്രത്യേകിച്ച് വളർച്ചാ ഘട്ടങ്ങളിലും അത് നിങ്ങളുടെ പഠനത്തെ സഹായിക്കും. ഓക്കെ, താങ്ക് യു.